One more week until Christmas. നമുക്ക് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം ക്രിസ്മസിനായിട്ട്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ആൻഡ് തോട്ട്സ്. വൺ മോർ വീക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇനിയിപ്പോൾ ക്രിസ്മസിനാകെ 1-2 ദിവസമേ ബാക്കിയുള്ളൂ. കാര്യം നവംബറിൽ തന്നെ ഈ ട്രീ സെറ്റ് ചെയ്യലും വീട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അതുപോലെ വീഡിയോയും എടുത്തതായിരുന്നു. പക്ഷെ പല പല കാരണങ്ങളാൽ ഇത് എഡിറ്റ് ചെയ്യാനും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനും ഒന്നും പറ്റിയില്ല. എനിവേ ക്രിസ്മസിന് മുന്നേ ഇടാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ക്രിസ്മസ് ടൈമിൽ ആക്ച്വലി നാട്ടിലായിരുന്നു. ആൻഡ് ഈ ക്രിസ്മസ് ട്രീ ഈ വർഷം ഞാൻ പുതുതായിട്ട് മേടിച്ചായിരുന്നു. ഒരു ഗോൾഡൻ ആൻഡ് റെഡ് തീമിലാണ് ഇപ്രാവശ്യം ഞാൻ ട്രീ ഡെക്കറേറ്റ് ചെയ്തത്. ഇനി ബാക്കി ഡെക്കറേഷൻസൊക്കെ നോക്കാം. ഇതിൽ ഒട്ടുമിക്ക ഡെക്കറേഷനുകളും കഴിഞ്ഞ വർഷം മേടിച്ചതും ഈ വർഷം മേടിച്ചതും അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ക്രിസ്മസ് കളക്ഷനിലേക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെക്കറേഷൻസാണ് അധികവും കയ്യിലുള്ളത്. ഏകദേശം ഒരു നവംബർ ഫസ്റ്റ് വീക്കോടുകൂടി തന്നെ ഈ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളെല്ലാം സെറ്റായതായിരുന്നു. ലേറ്റ്ലി എൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് തന്നെ ഈ ക്രിസ്മസ് ഡെക്കറുകളെല്ലാം മേടിച്ചുകൊണ്ട് വരിക, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ കുറേ ഡെക്കറേഷൻസ് ഈ വർഷം ഞാൻ സ്വന്തം ഉണ്ടാക്കുമായിരുന്നു ചെയ്തത്. അതായത് ഈ കാണുന്ന പൈൻ കോൺസും റിബണും എല്ലാം വെച്ചിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ മിക്കതും ഞാൻ തന്നെ ഉണ്ടാക്കിയ ഡെക്കറേഷൻസ് എല്ലാമാണ്. ഈവൻ നാട്ടിലുള്ള സമയത്താണെങ്കിലും ഡിസംബർ ആകുമ്പോഴത്തേക്കും തന്നെ സ്റ്റാർ തൂക്കുക, അതുപോലെ തന്നെ ഈ പുൽക്കൂടിന് വേണ്ട ആവശ്യമുള്ള പണികളൊക്കെ ചെയ്തു തുടങ്ങുക, ക്രിസ്മസിനോട് അടുത്ത് വരുമ്പോൾ ഈ ട്രീ സെറ്റ് ചെയ്യുക, ഡെക്കറേറ്റ് ചെയ്യുക, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര അധികം എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴും ദ സെയിം എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യുക, ഡെക്കറേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു നവംബർ ഫസ്റ്റ് വീക്കോടുകൂടി തന്നെ ആക്ച്വലി ഓൾമോസ്റ്റ് ഓൾ ദ ഡെക്കേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ കൂടുതലൊന്നും വെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള അത്രയും ക്ഷമയൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ പുറത്ത് വരാൻ വേണ്ടി കുറച്ചധികം ലേറ്റായി. എല്ലാ സീസണിനനുസരിച്ചും എനിക്ക് തീമെല്ലാം മാറ്റി വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എമംഗ് എവറിത്തിങ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഹോളിഡേ സീസൺ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ക്രിസ്മസ് തന്നെയാണ്. കാരണം ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കാരണം ഇവിടെ, അതായത് ഞാനിപ്പോൾ കാനഡയിലാണുള്ളത്, സോ ഇവിടെയുള്ള ആൾക്കാർ ഭയങ്കരമായിട്ടും സീസണലായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പോൾ ഹലോവീൻ, ക്രിസ്മസ്, അങ്ങനെ ഓരോ സീസൺ എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആ സീസണിലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ ടൈമിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടും ഉണ്ടാകും. ആക്ച്വലി ഈ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടും വീണ്ടും ഡെക്കേഴ്സിൻ്റെ എണ്ണമെല്ലാം വീട്ടിൽ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് കുറേയൊക്കെ ഞാൻ ഈ വീഡിയോയിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഞാൻ ചെയ്തതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു ഈ ഒരു ഹാങ്ങിങ്. ഇതും ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. ഇതിൻ്റെ സ്റ്റിക്കും പൈൻ കോൺസും ഈ ഓറഞ്ച് ഡ്രൈ ചെയ്തതും ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തതാണ്. പിന്നെ വീടിൻ്റെ ബാൽക്കണിയിലായിട്ടും വീടിൻ്റെ അകത്ത് തന്നെയാണെങ്കിലും കുറച്ചധികം ലൈറ്റ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ഫെസ്റ്റീവ് ക്രിസ്മസ് വൈബ് വീട്ടിൽ മൊത്തത്തിലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ക്രിസ്മസ് ആണ് ഇവിടെ. സോ ഞാൻ ആക്ച്വലി എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ബാക്കി എല്ലാ യൂണിറ്റിലും താമസിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് കാർഡ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു കാർഡും ഒരു ക്യാൻഡിയും പാക്ക് ചെയ്ത് എല്ലാ യൂണിറ്റിലുള്ള ആൾക്കാർക്കും ജസ്റ്റ് അവരുടെ ഡോറിൽ ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ്. ആക്ച്വലി ഇപ്പോൾ ഏകദേശം 1.5 വർഷമായി ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ പേഴ്സണലി ഈ ഒരു ബിൽഡിങ്ങിലുള്ള മറ്റ് ആൾക്കാരെയൊന്നും അങ്ങനെ പരിചയമൊന്നുമില്ല. ജസ്റ്റ് ഇടയ്ക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒന്ന് കാണുക എന്നുള്ളതല്ലാണ്ട് അങ്ങനെ പേഴ്സണലി ആരെയും വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ
ലൈക്ക് ഒരു സംതിങ് ടു മേക്ക് അതേഴ്സ് ഹാപ്പി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ചെറിയൊരു കാർഡ് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ യൂണിറ്റിലും ഞാൻ ഒരു ചെറിയൊരു ക്രിസ്മസ് കാർഡ് ആൻഡ് വിഷസ് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മെമ്മറി എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് ഡേ ഒരു 2 കാർഡ് എനിക്ക് തിരിച്ച് വന്നു. അതായത് ഏതോ 2 യൂണിറ്റിലുള്ള ആൾക്കാർ തിരിച്ച് ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ഒരു 2 കാർഡ് എനിക്ക് തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് മെയ്ഡ് മീ സോ ഹാപ്പി. കാരണം ഞാൻ ഇതുവരെ ഈ പറയുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് നേരിട്ട് ഇവരെ അറിയത്തില്ല, അങ്ങനെ ഇവരെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനെ ഒരു വെൽവിഷ് ചെയ്യാൻ ഒരാൾക്കാരുണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. അപ്പം hope everyone have a wonderful Christmas this year. So that's all about my കുട്ടി video. See you.